പ്രിയമുള്ളവരെ, ഏവർക്കും സ്കൂളിംഗ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മുൻ വർഷങ്ങളെപ്പോലെ എല്ലാ പ്രധാനപ്പെട്ട സ്കോളർഷിപ്പുകളുമായി ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷൻ വരുന്നതിനനുസരിച്ച് ഈ ഒരു ചാനൽ വഴി അപ്ഡേഷൻ നൽകുന്നതായിരിക്കും. ഈ വർഷത്തെ grantz സ്കോളർഷിപ്പിന് ഇപ്പോൾ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ +1 അല്ലെങ്കിൽ UG കോഴ്സുകളിലോ മറ്റോ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ സ്ഥിരമായിട്ട് അഡ്മിഷൻ എടുത്ത് ഇനി കോളേജ് സ്കൂൾ മാറ്റങ്ങൾക്കൊന്നും സാധ്യതയില്ല എങ്കിൽ നിങ്ങൾക്കിതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. grantz സ്കോളർഷിപ്പിൻ്റെ ഒരു പ്രത്യേകത, ഇതിനൊരു പ്രത്യേക ആപ്ലിക്കേഷൻ സമയമില്ല. നിങ്ങൾ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ മുതൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള സമയമായി എന്ന് പറയാം. ഈ കാണുന്നതാണ് വെബ്സൈറ്റ്. കൃത്യമായിട്ടുള്ള ലിങ്ക് താഴെ നൽകുന്നതാണ്. SC/ST വിഭാഗം വിദ്യാർത്ഥികൾ നിർബന്ധമായും ഈ ഒരു സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യേണ്ടതാണ്. കൂടാതെ OEC, ഹിന്ദു OBCയിൽ വരുന്ന 30ഓളം ജാതീയ വിഭാഗങ്ങൾ, ഇവർക്കെല്ലാം SC/ST OEC വിഭാഗത്തിന് ലഭിക്കുന്ന അതേ സ്കോളർഷിപ്പ് തന്നെ ലഭിക്കുന്നതാണ്. അതായത് കോഴ്സിൻ്റെ ഫീസ് പൂർണ്ണമായിട്ട് ലഭിക്കും. കൂടാതെ സ്റ്റൈപ്പൻഡും ലഭിക്കുന്നതാണ്. +1, +2 വിദ്യാർത്ഥികൾ ആണ് എങ്കിൽ ഒരു വർഷത്തേക്ക് ഏകദേശം 10,000-ന് മുകളിലുള്ള തുക ലഭിക്കുന്നതാണ്. ഇതുകൂടാതെ OBC ജനറൽ വിഭാഗങ്ങൾക്കും ഈ ഒരു സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. പക്ഷേ പല കോഴ്സുകൾക്കും ഫീസ് മാത്രമാണ് ലഭിക്കുക, സ്റ്റൈപ്പൻഡ് ഒന്നും ലഭിക്കുന്നതല്ല. അതേസമയം ചില കോഴ്സുകൾക്ക് ചെറിയ തുക സ്റ്റൈപ്പൻഡും നൽകി വരുന്നുണ്ട്. ഓരോ കോഴ്സുമായി ബന്ധപ്പെട്ട് ഈ കാര്യത്തിൽ ഇതിൻ്റെ സ്റ്റൈപ്പൻഡിൻ്റെയും ഫീസിൻ്റെയും കാര്യത്തിൽ വ്യത്യാസമുണ്ട്. നിങ്ങൾ അഡ്മിഷൻ എടുത്ത സ്ഥാപനത്തിൽ സ്കോളർഷിപ്പിൻ്റെ ചാർജുള്ള ടീച്ചറുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതായിരിക്കും ഉചിതം. നിരവധിയായിട്ടുള്ള കോഴ്സുകളുണ്ട്. ഓരോന്നും ഇവിടെ വിശദീകരിക്കുക പ്രയാസമാണ് എന്ന് നിങ്ങൾക്കറിയാം. കൂടാതെ ഓരോ ജില്ലയിലും ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ദൂരീകരിക്കാൻ ഓരോ ജില്ലയിലെയും ഡിസ്ട്രിക്ട് ഓഫീസ്, grantz ഓഫീസിലെ നമ്പർ ഈ ഒരു വീഡിയോയുടെ അവസാന ഭാഗത്ത് നൽകിയിട്ടുണ്ട്. പല പ്രൊഫഷണൽ കോഴ്സുകൾക്കും സെൽഫ് ഫിനാൻസ് കോളേജിൽ അഡ്മിഷൻ എടുക്കുന്ന OBC ജനറൽ വിഭാഗങ്ങൾക്ക് നിലവിൽ grantz സ്കോളർഷിപ്പ് നൽകി വരുന്നില്ല. അതേസമയം ഗവൺമെൻറ് കോളേജിലോ എയ്ഡഡ് കോളേജിലോ ആണ് അഡ്മിഷൻ ലഭിക്കുന്നത് എങ്കിൽ പ്രൊഫഷണൽ കോഴ്സ് ആണെങ്കിലും അല്ലെങ്കിൽ മറ്റേതെങ്കിലും കോഴ്സ് ആണെങ്കിലും OBC ജനറൽ വിഭാഗം വിദ്യാർത്ഥികൾക്ക് ചുരുങ്ങിയത് ഫീസ് എങ്കിലും ലഭിക്കുന്നതാണ്. പക്ഷേ പല കോഴ്സുകൾക്കും ഇപ്പോൾ 2-3 വർഷമൊക്കെ ലേറ്റ് ആയിട്ടാണ് വിദ്യാർത്ഥികൾക്ക് ഫീസ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. grantz സ്കോളർഷിപ്പ് വിദ്യാർത്ഥികൾ റിന്യൂ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ മാത്രം ഇതിലേക്ക് ആപ്ലിക്കേഷൻ നൽകിയാൽ മതി. നിങ്ങളുടെ റിന്യൂവൽ പ്രോസസ്സ് എല്ലാം കോളേജിൽ അല്ലെങ്കിൽ സ്ഥാപനത്തിൽ നിന്നാണ് ചെയ്യേണ്ടത്. നിങ്ങളുടെ കോഴ്സ് കംപ്ലീറ്റ് ആകുന്നത് വരെ ഓരോ വർഷവും റിന്യൂവൽ പ്രോസസ്സ് സ്ഥാപനത്തിൽ നിന്നാണ് ചെയ്യപ്പെടുക. അതുപോലെ മറ്റൊരു കാര്യം, ഫസ്റ്റ് ഇയറിൽ അപ്ലൈ ചെയ്തിട്ടില്ലാത്തൊരു വിദ്യാർത്ഥിക്ക് വേണമെങ്കിൽ സെക്കൻഡ് ഇയറിൽ പുതിയതായിട്ട് ഇതിലേക്ക് ആപ്ലിക്കേഷൻ നൽകാൻ വേണ്ടി സാധിക്കുന്നതാണ്. മുൻപ് grantz സ്കോളർഷിപ്പ് ലഭിച്ച വിദ്യാർത്ഥികൾ പുതിയ കോഴ്സിൽ ജോയിൻ ചെയ്യുമ്പോൾ ഇതിലേക്ക് ആപ്ലിക്കേഷൻ നൽകാൻ വേണ്ടി മുൻപ് നിങ്ങൾക്കുണ്ടായിരുന്ന ആപ്ലിക്കേഷൻ ID-യും പാസ്വേഡും ഉപയോഗിച്ചാണ് ഈ ഒരു വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്താണ് ആപ്ലിക്കേഷൻ നൽകേണ്ടത്. ആപ്ലിക്കേഷൻ ID ആയിട്ട് ഉപയോഗിക്കേണ്ടത് നിങ്ങളുടെ ആധാർ നമ്പർ അല്ലെങ്കിൽ ഇമെയിൽ ID യൂസ് ചെയ്യാം. പാസ്വേഡ് മിസ്സായി പോയിട്ടുണ്ട് എങ്കിൽ അത് റീസെറ്റ് ചെയ്യാൻ ഫോർഗോട്ട് പാസ്വേഡ് എന്ന ലിങ്ക് ഇവിടെ നൽകിയിട്ടുണ്ട്. ഇങ്ങനെ അപ്ലൈ ചെയ്യുന്ന വിദ്യാർത്ഥികൾ പുതിയതായിട്ട് ജോയിൻ ചെയ്ത സ്ഥാപനം ഇതിൽ സെലക്ട് ചെയ്ത് നൽകി. കൂടാതെ അലോട്ട്മെൻറ്റ് മെമ്മോ, അതുപോലെ തന്നെ അവർക്ക് പുതിയതായിട്ട് ലഭിച്ച യോഗ്യതാ സർട്ടിഫിക്കറ്റ്, +2 അല്ലെങ്കിൽ ഡിഗ്രി ഏതാണ് പാസ്സായത് അതിൻ്റെ സർട്ടിഫിക്കറ്റുകളും ഡീറ്റെയിൽസുകളും ഒക്കെ നൽകി ആപ്ലിക്കേഷൻ പൂർത്തിയാക്കി നൽകാവുന്നതാണ്. കൂടാതെ വരുമാന സർട്ടിഫിക്കറ്റ്, ജാതി സർട്ടിഫിക്കറ്റ് ഇങ്ങനെയുള്ള പലതും അപ്ലോഡ് ചെയ്ത് നൽകണം. എന്തൊക്കെ ഡോക്യുമെൻസുകളാണ് പൂർണ്ണമായിട്ട് വേണ്ടത് എന്നുള്ളത് വീഡിയോയുടെ അവസാന ഭാഗത്ത് പറയുന്നുണ്ട്. ഇനി ഈ ഒരു വെബ്സൈറ്റിൽ ആദ്യമായിട്ട് അപ്ലൈ ചെയ്യുന്ന വിദ്യാർത്ഥികൾ ആണ് എങ്കിൽ വൺ ടൈം രജിസ്ട്രേഷൻ എന്ന ഈ ഒരു ലിങ്കിലാണ് പ്രസ് ചെയ്യേണ്ടത്. ഇനി അപ്ലൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻസുകൾ ഏതൊക്കെയെന്നുള്ള കാര്യം നോക്കാം. ഒന്നാമതായി ആധാർ നമ്പർ വേണം. ആധാർ നമ്പർ നിർബന്ധമാണ്. അതുപോലെ വിദ്യാർത്ഥിയുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്ത് നൽകേണ്ട ഒന്നാണ്. പിന്നെ 10th സ്റ്റാൻഡേർഡ് സർട്ടിഫിക്കറ്റ് വേണം. പിന്നെ +2 യോഗ്യത ഉള്ളവരാണെങ്കിൽ +2 സർട്ടിഫിക്കറ്റ്, ഡിഗ്രി യോഗ്യത ഉള്ളവരാണെങ്കിൽ ഈ ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ്. പിന്നെ അലോട്ട്മെൻറ്റ് മെമ്മോ വേണം. അതായത് ഇതിൽ മെറിറ്റിൽ അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് ഇതുവഴി സ്കോളർഷിപ്പ് ലഭിക്കുക. കമ്മ്യൂണിറ്റി കോട്ട, മാനേജ്മെൻറ്റ് കോട്ട എന്നിവയിലൊക്കെ അഡ്മിഷൻ എടുത്ത ഒരു വിഭാഗം വിദ്യാർത്ഥികൾക്കും ഇതുവഴി സ്കോളർഷിപ്പ് ലഭിക്കുന്നതല്ല. അതുകൊണ്ട് അപ്ലൈ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് മെമ്മോ നിർബന്ധമായും അപ്ലോഡ് ചെയ്യേണ്ട ഒന്നാണ്. അലോട്ട്മെൻറ്റ് മെമ്മോക്ക് പകരം നിങ്ങൾ ഫീ പേയ്മെൻറ്റ് നടത്തിയതിൻ്റെ റിസിപ്റ്റും മറ്റും അപ്ലോഡ് ചെയ്താൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യുന്നതാണ്. പിന്നെ വിദ്യാർത്ഥിയുടെ പേരിലുള്ള ബാങ്ക് അക്കൗണ്ട് വേണം. ബാങ്ക് അക്കൗണ്ടിൻ്റെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ബാങ്ക് അക്കൗണ്ടുമായി നിങ്ങളുടെ ആധാർ നമ്പർ ലിങ്ക് ചെയ്യൽ നിർബന്ധമുള്ള കാര്യമാണ്. ബാങ്ക് അക്കൗണ്ട് നമ്പർ അടങ്ങിയ പാസ്ബുക്കിൻ്റെ പേജ് വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്ത് നൽകുകയും വേണം. പിന്നെ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്, അതുപോലെ വിദ്യാർത്ഥിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് എന്നിവയ്ക്ക് നിങ്ങളുടെ 10th സ്റ്റാൻഡേർഡ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്താൽ മതിയാകുന്നതാണ്. അതായത് ആ ഡീറ്റെയിൽസുകൾ 10th സ്റ്റാൻഡേർഡ് സർട്ടിഫിക്കറ്റിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. പിന്നെ വിദ്യാർത്ഥിയുടെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് നിർബന്ധമായിട്ടും അപ്ലോഡ് ചെയ്യേണ്ട ഒന്നാണ്.
അതായത് കാസ്റ്റ് സർട്ടിഫിക്കറ്റിന് 3 വർഷമാണ് കാലാവധി ഉണ്ടാവുക. ഇനി എല്ലാവരും അപ്ലോഡ് ചെയ്ത് നൽകേണ്ട ഒന്നാണ് നിങ്ങളുടെ വരുമാന സർട്ടിഫിക്കറ്റ്. വരുമാന സർട്ടിഫിക്കറ്റിൻ്റെ കാലാവധി 1 വർഷം മാത്രമാണ്. പിന്നെ പല വിദ്യാർത്ഥികളും അശ്രദ്ധമായിട്ട് ചെയ്യാതെ പോകുന്ന ഒന്നാണ്, എല്ലാവരും അപ്ലിക്കേഷൻ നൽകും. ഇങ്ങനെ അപ്ലിക്കേഷൻ ഫൈനൽ സബ്മിഷൻ നടത്തി അതിൻ്റെ പ്രിൻ്റ് എടുത്താൽ മാത്രം മതിയാകുന്നതല്ല. നിങ്ങൾ പഠിക്കുന്ന സ്ഥാപനത്തിൽ അപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ടും കൂടെ എല്ലാ ഡോക്യുമെൻസുകളും ചേർത്ത് വെക്കേണ്ടതാണ്. ആധാർ, ബാങ്ക് അക്കൗണ്ട്, അതുപോലെ SSLC, മറ്റു യോഗ്യതകളുണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ്സ്, വരുമാന സർട്ടിഫിക്കറ്റ്, കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, അതുപോലെ അലോട്ട്മെൻറ്റ് മെമ്മോ, അതായത് നിങ്ങൾ അപ്ലിക്കേഷനിൽ എന്തൊക്കെയാണോ ക്ലെയിം ചെയ്തത് അതിൻ്റെ രേഖകളെല്ലാം ചേർത്ത് വെച്ചാണ് നിങ്ങളുടെ അപ്ലിക്കേഷൻ നിങ്ങൾ പഠിക്കുന്ന സ്ഥാപനത്തിൽ നൽകേണ്ടത്. എങ്കിൽ മാത്രമേ നിങ്ങളുടെ അപ്ലിക്കേഷൻ സ്ഥാപനത്തിൽ നിന്ന് ജില്ലാ ഓഫീസിലേക്ക് പ്രോസസ്സ് ചെയ്യപ്പെടുകയുള്ളൂ. നിങ്ങൾ അപ്ലിക്കേഷൻ നൽകി കഴിഞ്ഞാൽ നിങ്ങളുടെ അപ്ലിക്കേഷൻ്റെ സ്റ്റാറ്റസ് എന്താണ്, ഇപ്പോൾ അതിൻ്റെ അവസ്ഥ എന്നറിയാൻ വേണ്ടി ഈ ഒരു വെബ്സൈറ്റിൽ ഒരു ലിങ്ക് നൽകിയിട്ടുണ്ട്, ട്രാക്ക് അപ്ലിക്കേഷൻ. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ആധാർ നമ്പറും അതുപോലെ ഡേറ്റ് ഓഫ് ബർത്തും നൽകിയാൽ നിങ്ങളുടെ അപ്ലിക്കേഷൻ്റെ സ്റ്റാറ്റസ് അറിയാൻ വേണ്ടി സാധിക്കുന്നതാണ്. കൂടാതെ നിങ്ങളുടെ അപ്ലിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങൾ ദൂരീകരിക്കാനുള്ള നമ്പറുകളാണ്, ഓരോ ജില്ലാ ഓഫീസിലെയും നമ്പറുകളാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ ഓരോ ജില്ലയിലെ ഓഫീസുമായി, ഈ ഗ്രാൻസ് ഓഫീസുമായി നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ വർഷത്തെ മറ്റ് സ്കോളർഷിപ്പുകളുമായി ബന്ധപ്പെട്ട അപ്ഡേഷനും ഈ ഒരു ചാനൽ വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ചാനൽ വീഡിയോസ് നമുക്ക് ഉപകരിക്കുന്നുണ്ട് എങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ഏവർക്കും നന്ദി, നമസ്കാരം. ഫോൺ നമ്പറുകൾ നിങ്ങൾക്ക് ഇവിടെ വ്യക്തമായിട്ട് കാണാവുന്നതാണ്.